ഹലോ ഗായ്സ്, കഴിഞ്ഞ പ്രാവശ്യം എക്സൈസർ വന്നവർ എന്നോട് പറഞ്ഞെന്താണ് മോനെ എൻ്റെ കയ്യിൽ നിന്നൊരു സ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോയതാണ് കേസ് വേറെ വകുപ്പിൽ ഇനി ജയിലിൽ പോകുന്ന അവിടെ കിടക്കേണ്ടി വരുന്നത്. അത് പോലീസുകാരുടെ റോള്, നമ്മളെ റോള്. ഞാൻ സാറോട് പറഞ്ഞ കാര്യം ഇത് ഞാൻ ഇഞ്ച പൈസ കൊടുത്ത് വാങ്ങിയത്. അതായത് ഒരു റുപ്യ നിങ്ങളോട് ഞാൻ ചോദിച്ചില്ല. ഞാൻ എന്റെ പണിക്ക് പോയിരുന്ന വേർത്തൊലിച്ചിട്ട് അധ്വാനിച്ച് വാങ്ങിയ സാധനങ്ങളാണ്. അത് എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. പിന്നെന്താണ്, എന്റെ ശരീരമാണ് ഇതിൽ വറക്കുന്നത്. അതിൽ ദോഷം എനിക്ക് ഇനിയാണ്. അതുകൊണ്ട് എന്താണ് ഒക്കെയാണെങ്കിൽ സഹിച്ചോളൂ. അതിൽ നിങ്ങളങ്ങനെ തുള്ളിക്കളിച്ചിട്ട് കാര്യമില്ല. വിട്ടോന്ന് പറഞ്ഞു ഓരോ പോവുകയും ചെയ്തില്ല. പിന്നെ അല്ല വെച്ചമാരെ. ഹലോ ഗായ്സ്, തൻ്റെ കയ്യിൽ MDMA ഉണ്ടെന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാം റീൽസ് ഇട്ട് എക്സൈസിനെ വെല്ലുവിളിച്ച ഒരു പയ്യനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒടുവിൽ ആളെ പൊക്കാൻ എക്സൈസ് ഉദ്യോഗസ്ഥരെത്തിയപ്പോഴാകട്ടെ കഥയിൽ വമ്പൻ ട്വിസ്റ്റ്. കാരണം MDMAയ്ക്ക് പകരം കണ്ടെത്തിയത് നല്ല ഒന്നാം തരം കല്ലുപ്പാണ്. കോഴിക്കോട് ഊരള്ളൂരിലെ വിഷ്ണുവായിരുന്നു കല്ലുപ്പ് പൊടിച്ച് പാക്കറ്റുകളിലാക്കി MDMA ആണെന്ന തരത്തിൽ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ വീഡിയോ പ്രചരിപ്പിച്ച വിരുദ്ധൻ. താൻ പണിക്കുപോയി ഉണ്ടാക്കിയ പണത്തിനാണ് ലഹരി മരുന്ന് വാങ്ങിയതെന്നും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുമായിരുന്നു വിഷ്ണു വീഡിയോയിൽ വെല്ലുവിളിച്ചത്. ഇതോടെയാണ് വിഷ്ണുവിനെ തേടി എക്സൈസ് ഉദ്യോഗസ്ഥരെത്തിയത്. എന്നാൽ വീഡിയോ റീൽസിന് വേണ്ടി ചെയ്തതാണെന്നും റീച്ച് കൂട്ടാനായി കല്ലുപ്പ് MDMA ആണെന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും വിഷ്ണു തന്നെ പറഞ്ഞു. തുടർന്ന് സംഗതിയുടെ യാഥാർത്ഥ്യം വിഷ്ണുവിനെ കൊണ്ട് തന്നെ വീഡിയോ ആയി ചെയ്യിക്കുകയും ഇയാളുടെ അക്കൗണ്ട് വഴി തന്നെ പോസ്റ്റ് ചെയ്യിക്കുകയും ചെയ്താണ് ഉദ്യോഗസ്ഥർ മടങ്ങിയത്. ഇതേ വീഡിയോ ട്രോൾ വീഡിയോ ആയി എക്സൈസ് തങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും പങ്കുവച്ചിട്ടുണ്ട്. ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. അത് പോലീസുകാരുടെ റോള്, നമ്മളെ റോള്. ഞാൻ സാറോട് പറഞ്ഞ കാര്യം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇത് ഞാൻ ഇഞ്ച പൈസ കൊടുത്ത് വാങ്ങിയത്. അതായത് ഒരു റുപ്യ നിങ്ങളോട് ഞാൻ ചോദിച്ചില്ല. ഞാൻ എന്റെ പണിക്ക് പോയിരുന്ന വേർത്തൊലിച്ചിട്ട് അധ്വാനിച്ച് വാങ്ങിയ സാധനങ്ങളാണ്. അത് എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. പിന്നെ അത് ശരിക്കും MDMA എന്നല്ല, അതായത് കല്ലുപ്പായിരുന്നു. പിന്നെ അത് നമ്മൾ വീഡിയോ സോഷ്യലിന്റെ ഭാഗം ചെയ്ത തെറ്റെന്നാണ് ഞാൻ പറഞ്ഞത്. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലും പബ്ലിക് റീച്ച് ഉണ്ടാവുക. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഞാൻ നല്ല വീഡിയോ ചെയ്തിട്ടൊന്നും റീച്ച് കിട്ടിയിട്ടില്ല. ഇവിടെ എന്തായാലും മാസാകാൻ നോക്കിയ വിഷ്ണുവിനെ അവസാനം ലേലുവല്ലു പറയിപ്പിച്ചാണ് ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോയത്. തങ്ങളെ വെറുതെ മെനക്കെടുത്തിയ ഒരുത്തിനോട് മിനിമം അത്രയുമെങ്കിലും അവരും ചെയ്യണ്ടേ. എന്തായാലും വിഷ്ണുവിന്റെ മാപ്പ് പറച്ചിലും വലിയ സങ്കടമൊന്നുമില്ല. ഒരു ന്യൂജൻ മാപ്പ് പറച്ചിലാണ്. നിലവിലെന്തായാലും കലിപ്പൻ വിഷ്ണു എയറിലാണ്. നേരത്തെയും വിഷ്ണു ഇതേപോലെ കല്ലുപ്പ് MDMA ആണെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിരുന്നു. ഇത് കണ്ട് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുകയും മാപ്പ് പറയിക്കുകയും ചെയ്തതാണ് ഒരു വട്ടം. ഇതടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു വിഷ്ണുവിന്റെ രണ്ടാമത്തെ വീഡിയോ. ഹലോ ഗായ്സ്, ബുദ്ധനാണ്. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, ഒരു ഡ്രഗ്സിന്റെ MDMA. പിന്നെ അത് ശരിക്കും MDMA എന്നല്ല, അതായത് കല്ലുപ്പായിരുന്നു. പിന്നെ അത് നമ്മൾ വീഡിയോ സോഷ്യലിന്റെ ഭാഗം ചെയ്ത തെറ്റെന്നാണ്. തീർച്ചയായിട്ടും നമുക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മൾ അത് ഒരു റീച്ചിന് വേണ്ടി ചെയ്താണ്. അതാണ് മെയിനായിട്ടുള്ള കാര്യം. പക്ഷെ ഇത്ര റീച്ച് ആവുമെന്ന് വിചാരിച്ചില്ല. പിന്നെന്താണ്, സാറന്മാരൊക്കെ വന്ന് നമ്മൾ തെറ്റ് സമ്മതിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഇതാ ചെയ്ത ഉപ്പ് സാറിന് അതിനെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സാറിന്, അതാ ഉപ്പാണ്, കല്ലുപ്പാണ്. പിന്നെ നമ്മളെന്താണ് ഇനി അങ്ങോട്ടേക്ക് എന്താണ് നല്ല പോസിറ്റീവ് വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്. സമൂഹത്തിന് നല്ല രീതിക്കുള്ള തോട്ട്സ് ആയി കിട്ടുന്നത്. നല്ല വീഡിയോ ചെയ്തിട്ട് റീച്ച് കിട്ടുന്നില്ലെന്നും അതാണ് നെഗറ്റീവ് വീഡിയോകൾ ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നുമാണ് വിഷ്ണു തങ്ങളോട് പറഞ്ഞതെന്ന് പേരാമ്പ്ര എക്സൈസ് റേഞ്ച് ഓഫീസ് ഉദ്യോഗസ്ഥനായ അശ്വിൻ പ്രതികരിച്ചത്. മാത്രമല്ല, വിഷ്ണു ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതായുള്ള തെളിവുകളൊന്നും എക്സൈസിന് കിട്ടിയിട്ടുമില്ല. ഇതോടെയാണ് വിഷയത്തിന്റെ വസ്തുത വ്യക്തമാക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്ന വീഡിയോ വിഷ്ണുവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്നും അശ്വിൻ പറഞ്ഞു. പോലീസ് തന്റെ വിലാസം അന്വേഷിച്ച് നടക്കേണ്ടെന്ന് പറഞ്ഞ് തന്റെ ഫോൺ നമ്പരും അഡ്രസ്സും കൊടുത്തായിരുന്നു വിഷ്ണുവിന്റെ വെല്ലുവിളി. മിസ്റ്റർ ബുദ്ധൻ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് ലഹരി മരുന്ന് പോലെയുള്ള ഒരു വസ്തു പരസ്യമായി പ്രദർശിപ്പിച്ചും ലഹരി ഉപഭോഗം പ്രോത്സാഹിപ്പിക്കും വിധമുള്ള വീഡിയോ പങ്കുവച്ചത്. ലഹരി കൈവശമുണ്ടെന്നും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുമായിരുന്നു യുവാവിന്റെ വെല്ലുവിളി. എന്തായാലും റീച്ച് കുറഞ്ഞാൽ വ്യൂവേഴ്സിനെ കൂട്ടാൻ എന്ത് കടുങ്കയും ചെയ്യുന്ന ഒരുപറ്റം ആളുകൾക്കുള്ള ഗുണപാഠം കൂടിയാവുകയാണ് ഈ സംഭവം. എന്തായാലും പരിധി വിട്ടാൽ റീൽസും ആരോഗ്യത്തിന് ഹാനികരമാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.